ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നമുക്ക് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിരിക്കുന്ന ടവർ കാർഡാണ്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് ഫാൻസ്. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നമുക്ക് ടവർ കാർഡാണ് ആദ്യമേ കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ തമ്മിൽ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അവരുടെ ഇടയിൽ എപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഒരു എനർജിയാണ്. രണ്ടുപേർക്ക് വീഴ്ച ഉണ്ടായിരിക്കാം. അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നീ എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ള രീതിയിലായിരിക്കാം അവരുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ടുപേരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. വളരെ ബുദ്ധിമുട്ടി റിലേഷൻഷിപ്പ് തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ടുപേർക്കും രണ്ടുപേരെ സംശയമാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ലൈഫിൽ എന്നും വഴക്കുകളും പ്രോബ്ലംസുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ആ പേഴ്സൺ ആകെപ്പാടെ ഒരു സ്ട്രെസ്സാണുള്ളത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. പക്ഷേ അതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരിക്കാം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ഭയപ്പെടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡിൽ യാതൊരു ഉത്തരവുമില്ല. പക്ഷേ ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നെല്ലാം ഒരു ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കാർഡ് ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെ അവരുടെ ഇടയിൽ നടന്ന പ്രോബ്ലംസുകളെ ചൊല്ലി അവരുടെ ഡിസ്റ്റൻസിൽ നിൽക്കുകയായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അവരുടെ മൈൻഡിൽ പേടിയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടെങ്കിലും തൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തൊരു പ്രതീക്ഷയുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആൾ വളരെയധികം സ്റ്റക്കാണ്. ആൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം അവരുടെ ലൈഫിൽ ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഫ്യൂച്ചർ നോക്കാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഒരു ഹോപ്പില്ല. അവർ തമ്മിലുള്ള കണക്ഷനിൽ യാതൊരു ഹോപ്പും ഉള്ളതായിട്ട് കാണുന്നില്ല. കാരണം അവർ തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ട്രസ്റ്റ് ഇഷ്യൂ, രണ്ടുപേർക്കും രണ്ടുപേരെയും വിശ്വാസമില്ല. ഒരാളെ ചതിക്കുമാണോ എന്നുള്ള തോന്നലുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും നിരന്തരമായ വഴക്കുകളും അതുപോലെ തന്നെ ഒരാളുടെ കാര്യത്തിൽ അമിതമായി കൺട്രോൾ ചെയ്യുന്നു. അതൊക്കെ അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ യാതൊരു ഹോപ്പും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തായാലും ആ ഒരു കർമ്മ അവസാനിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. യെസ്, അവിടെ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാവുന്നതാണ്. ഇവർ തമ്മിൽ അതായത് രണ്ടുപേരും പരസ്പരം അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു എൻഡ് വരുത്തുന്നതാണ്. അതാണ് കാണുന്നത്. 10 ഓഫ് സോർട്സ് അതാണ് പറയുന്നത്. രണ്ടുപേരും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതായത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു തരത്തിലും പറ്റില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ ഫ്യൂച്ചർ എനർജിയിൽ കിട്ടുന്നത് 10 ഓഫ് സോർട്സ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ഫ്യൂച്ചറിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതുകൊണ്ട് തന്നെ അതിലൊരു ഹോപ്പില്ല. അതായത് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കുമല്ലോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. അപ്പം താൻ ചെയ്തത് തെറ്റായിരുന്നു, നിങ്ങളായിരുന്നു ശരിയെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണിത് 9 ഓഫ് സോർട്സ്. അപ്പം ആൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും, ഒരു നിരാശയുണ്ടാവും. അതെല്ലാം ആ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചറിലാണ്. അപ്പം എന്തായാലും ഇവിടെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പും ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പം എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതായിരുന്നു. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും കൂടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫിൻ്റെ പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. മേ ബി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു സ്വസ്ഥത ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ ആയിരിക്കാം. എന്തായാലും വളരെയധികം നിങ്ങളുടെ പേഴ്സൺ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് കാണുന്നത്. ആള് പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കിയതിൽ വളരെയധികം വിഷമിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ വീടെന്ന് പറയുന്നത് റിവറിൻ്റെ സൈഡിലായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ആള് വളരെയധികം നിങ്ങളെയും അവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിവർ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ്. ആൾക്ക് നല്ല കുറ്റബോധമുണ്ട്, ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ പോയ സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പിനെസ് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ആളൊരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ആ ഒരു കർമ്മ അവസാനിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നത്. അപ്പം എന്തൊക്കെയോ മനസ്സിലാക്കലുകൾ ഇതിനോടകം തന്നെ ആളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് എന്ത് പ്രതിസന്ധിയും തരണം ചെയ്ത് ഞാൻ എത്തും എന്നുള്ള ഒരു എനർജിയാണ്. അതായത് ഒരുപാട് മനസ്സിലാക്കലുകൾ നടന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ചിന്തിക്കുന്നതും. ആ ഒരു പേഴ്സണ് തന്നെ അറിയാം നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ട് ആ ഒരു പേഴ്സൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ ആ ഒരു പേഴ്സൺ അറിയാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നു.
അതുകൊണ്ട് തന്നെ ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ആ ഒരു ഡിസിഷൻ എന്തെന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ള. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നോക്കാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. അപ്പം അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് തുടരുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൻ്റെ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിച്ചേരുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫേസാണ് എൻ്റെ ആയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ എല്ലാം ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നടക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ക്ഷമയോടുകൂടി തുടരൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു റിയൂണിയൻ തന്നെയാണ്. നമുക്കിവിടെ 6 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ അതൊരു കൺഫർമേഷനാണ്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുക.